അമിയേ ശരണമയ്യപ്പ. ഓ എടാ, എല്ലാ പാപങ്ങളും കഴുകി കളയണം എനിക്ക്, മനസ്സിലായ? എന്നെ ദയവ് ചെയ്ത് ഒന്നും പറഞ്ഞ് ട്രിഗർ ചെയ്യരുത്. ഞാൻ സമാധാനമായിട്ട് ഞാൻ സ്ട്രീമൊക്കെ ചെയ്തിട്ട് ഞാൻ അങ്ങ് പൊക്കോളാം. ഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. നമ്മൾ സിറ്റി ക്യാപ്റ്റൻ ബ്രോ, താങ്ക് യു സോ മച്ച്. 1 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. നമ്മൾ സിറ്റി കയറുന്നു, സംസാരിക്കുന്നു, മാന്യമായി സംസാരിക്കുന്നു എല്ലാവരോടും, എന്നിട്ട് പോകുന്നു. അത്രേ ഉള്ളൂ. വേറെ സിറ്റി ഇല്ല. സിറ്റി എന്ത് പറ്റി? എക്സലൻസ് ഹാക്ക് ആയിരുന്നോ? ഓക്കെ, ശരണയ്യപ്പ. ഹാക്ക് ചെയ്തവരേക്ക് കാത്തിരിശികളെ. ഗൈസ്, അപ്പൊ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. നല്ല തുടക്കം, അതെ, നല്ല തുടക്കം. ലൈവ് എഡിറ്റിംഗ്. ഗൈസ്, എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും ഹായ്. ഡിസ്കോഡിലായാലും ഉണ്ടോ നോക്കട്ടെ. അത് എന്തൊരു പരിപാടിയായി പോയി. നൈസ് കോസ്പ്ലേ ഒന്നും അല്ലടാ ഇത്. ഇതെന്റെ സ്വാമിവേഷമല്ലേ? കോസ്പ്ലേ ആവുന്ന എങ്ങനെയാത്? എടാ, ശരിക്കും സ്വാമിയാടാ, കോസ്പ്ലേ. ഗൈസ്, എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. സ്വാമി ശരണം. അതെ, സ്വാമി ശരണം. ഇതേ വാറ്റുകൂകൊക്കെ ഇവിടെ ഇരിക്കുന്നത്. സ്വാമി ശരണം. നല്ലപോലെ പ്രാർത്ഥിക്കണേ. ഓ, ഉറപ്പായിട്ട് ജോക്കി. എല്ലാവർക്കും വേണ്ടി നീ മലയിലൊന്നും പോയിട്ട് കാര്യമില്ല. ശബരിമലയിൽ കണ്ട സ്വൈക്കവിടാ. ഇത് ഏത് ഗെയിം കളിക്കണ നിങ്ങള്? എടാ, മാമ കളിക്കുന്നത് വാലറണ്ടല്ല, പക്ഷെ നമ്മൾ കളിക്കുന്നത് വാലറണ്ടാ. ജയിച്ചു കേട്ടാ. നക്കി നുപ്പിയൊക്കെ 13-11 ജയിക്കണേ. എനിക്കിത് കാണാൻ വയ്യ. കൈസ്, എനിക്ക് ഞാൻ ലൈവ് ആക്കിക്കില്. പിന്നെ ഇവിടൊക്കെ നിർത്തിയല്ലോ. അളിയാ 10-2 ഇന്നതാ. ഓ, ഇതെങ്ങനെ ജയിച്ചത്? തുപ്പിയും തൂറി ജയിച്ചത്. എന്തൊരു എതിരെ വന്നതുണ്ടോ ഒരു സിൽവർ വാലോ കേറുവാണ്. എടാ, പോടാ ഇവിടുന്ന്. വാലോറന്റ് കേറി ചോദിച്ചാൽ എന്റെ ഞാൻ സാമിയ ഒന്നാമതേ അറിയാലോ നിനക്ക്. നീ മാമന്റെ കൂടെ ഇന്ന് കളിച്ചാ നീ എന്താടാ പോന്നെ? ഞാന് വാലന്റൈൻസ് ഡേയുടെ അന്ന് രാത്രിയില്. ഓ, 14 പറഞ്ഞു. അന്നെന്ത് പരിപാടി? അന്ന് പരിപാടി ഉണ്ട്. കോൺസേർട്ട് കഴിഞ്ഞിട്ട് മലയ്ക്ക് പോവാ. ആരൊക്കെ ഉണ്ട്? എത്ര പേരുണ്ട്? ഞാൻ പറയാം. ഞാന് ബോബ്, കണ്ണാപ്പി, ബോബോയി, കണ്ണാപ്പി, ബോബോയി, SRK, മമ്മി, വിനീത്. ഈകളെ അവ ഇന്ന് പോയി മെറ്റാ ക്ലാസ് വായിച്ചോട്ടൊന്നേക്കാ. മല കയറൂല അവൻ പകുതിച്ച് കുഴഞ്ഞു വീഴും. അവ ഈ മുണ്ടിന്റെ അടിയിലാണ്ട് കണ്ടു വെക്കാനുള്ള പരിപാടിയാണ് കേട്ടാ. കണ്ണാപ്പി ബോബോയുണ്ട് കൈസ്. അവരൊന്ന് വൈകുന്നേരം വിളിച്ചിട്ട് ഇന്ന് രാത്രി മാല ഇടാൻ, രാവിലത്തേക്ക് മാല ഇട്ടോളാമെന്ന് പറഞ്ഞ്. കണ്ണാപ്പി ബോബോയുണ്ട്, അവർ രണ്ടുപേരുണ്ട്. അപ്പൊ ഞങ്ങള് ഒരു ട്രാവലർ അങ്ങ് വിളിച്ച്. ഈകളെ സൂക്ഷിച്ചോണ. ഈ അവൻ കണ്ണാപ്പി ഇന്ന് മെറ്റാ ക്ലാസ് വാങ്ങിച്ചതാ. നീ മുണ്ടിന്റെ അടിയിൽ എന്തിനാ നിക്കറിൽ ഇട്ടോട്ടാ. എടാ, അതൊക്കെ അപരാധിത്തരം അല്ലേടാ. 30,000 രൂപ കണ്ണാടിയൊക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞാ. ഇങ്ങനത്തെ ഭാഷകൾ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മള് അത് ഇതിപ്പോ 30,000 രൂപയുടെ കണ്ണാടി എന്ന് പറയുമ്പോ അതൊക്കെ അവന്റെ ഇഷ്ടമാണല്ലോ. നമുക്കതിലൊന്നും പറയാൻ പറ്റുന്നില്ല. വളർന്നു പോയി. അതെ, വളർന്നു പോയി. നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഈകളുടെ ഉണ്ടത്. കുത്തിക്കഴിപ്പ് പണ്ടേ ഉണ്ടെന്ന് പറയാം.
ഓ കുത്തിക്കഴപ്പല്ല അവനീ കൊണോദിക്കാരം. IRL സ്ട്രീമോ എടാ, ഒന്നാമത് ഇതിന്നൊക്കെ ഒരു റിക്കവറിക്ക് വേണ്ടിയിട്ടാണ് ശബരിമലയ്ക്ക് പോകുന്നത്. അവിടെ ഞാൻ ക്യാമറ ഒക്കെ പിടിച്ച് ഞാൻ പോയിരിക്കുക, പൊക്കോണം ഇറങ്ങി. എടാ ഒരു സ്പെഷ്യൽ പൂജയൊക്കെ നടത്തണം കേട്ടോ. എന്ത് ശബരിമലയിലാ? ഞാനും കൂടെ വന്നേനെ. ധർമ്മമാലിട്ടായിരുന്നോ ധർമ്മൻ? ധർമ്മനൊന്നും കൊണ്ടുവന്നില്ല കൊണ്ടുപോകാനില്ല. ഇപ്പഴില്ല. ധർമ്മന് ശരിയാ, കന്യായിപ്പനാവാറായിട്ടില്ല. അല്ല ജോക്കി, ധർമ്മന് അണ്ടർ വെയിറ്റ് ആ. ധർമ്മന് 1.5 കിലോ കുറവാ. അണ്ടർ റേറ്റഡാ? അണ്ടർ വെയിറ്റ് ആണെന്ന്. അണ്ടർ വെയിറ്റ്. അപ്പൊ ഫുഡൊക്കെ കൊടുത്തോണ്ടിരിക്കുവോ ജോക്കി? ഇറച്ചിയും മീനും മുട്ടയൊക്കെ കൊടുത്തേ പറ്റുള്ളൂ. ആ പ്രായമായി. അപ്പൊ അവന് ഇപ്പം സ്റ്റോപ്പ് ചെയ്താൽ ശരിയാവില്ല. അവനിപ്പോ ഇതൊക്കെ കഴിച്ചു വരുന്നതേ ഉള്ളൂ, ചിക്കനും ഇതെല്ലാം. ടി വി ട്രാവലർ അല്ല, വെല്ലോറൻ ട്രാവലറിന്. അത് ഇനി അതേ പിടിച്ചോണ്ട് നീയൊക്കെ അങ്ങ് കേറി പോവരുത്. ഒരു ബസ്സിന്റെ കാര്യം പറഞ്ഞു ട്രാവലർ, വെല്ലോറൻ ട്രാവലർ 8000 രൂപയ്ക്ക് റെന്റ് എടുത്ത് അതിനാണ് പോണത്, മനസ്സിലായോ? 17 സീറ്റുള്ള വണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവന്മാരെല്ലാം വിളിച്ചത്. ഞാൻ ഇന്നാണ് ഇവരെല്ലാം വിളിച്ചത്. ഇന്ന് ടിവിയുടെ ഇതിനകത്ത് ചോദിച്ചു ശബരിമല പോകാൻ വരുന്നവരൊക്കെ നമുക്ക് പോയിട്ട് വരാം. എടാ ധർമ്മം നടന്നു തുടങ്ങിയോടാ? ഓ, ധർമ്മം നടന്നു തുടങ്ങി. എടാ അടുത്ത മാസം 8-ാം തീയതി ഇതാടാ, ഒരു വയസ്സാവുക. ഇന്ന് അവന് 11 മാസമായി. കറക്റ്റ് 11 മാസം. 11 മാസം. ഇന്ന് 11 മാസമായി. അടുത്ത മാസം എക്സലന്റ് DC ആക്കടാ. DC കൊണ്ടുപോയിടാ അവരുടെ. കൊണ്ടുപോയി ഇന്നലെയും കൂടി ഇത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഒന്നുകൂടി സെറ്റ് ചെയ്യണം. അത് പറഞ്ഞു DC ആയിട്ടല്ലേ ലിങ്ക് ചെയ്തേക്കുന്നേ? അപ്പൊ DC പോയി കഴിഞ്ഞാൽ അല്ല അത് ഓൾറെഡി അല്ലാണ്ട് അനൗൺസ്മെന്റ് ഇട്ടുണ്ടായിരുന്നു, ലൈക്ക് ഓപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഇൻവെന്ററി ഉള്ള സാധനങ്ങളൊക്കെ പോയോ? അങ്ങനെ അതല്ലല്ല, ക്യാരക്ടർ മീൻസ് വരുമ്പോ നമ്മുടെ ഇതില്ലേ, നമ്മുടെ ഡ്രസ്സ് മുടിയും എല്ലാതൊക്കെ ഒന്നുകൂടി മറ്റേ. എടാ ഈകള് നീ മറ്റേ വീഡിയോ ഉണ്ടോ? ഷൗട്ടെക്സിന്റെ. അത് എന്റെ ചാനലല്ലേ ജോക്കി അപ്ലോഡ് ചെയ്തേക്കുന്നേ? എടാ എന്താടാ അത്? അങ്ങനെ വീഡിയോ കണ്ടോ എന്നോട്? ഈശ്വരാ, നല്ലത് മാത്രം വരുത്തണേ. നീയൊക്കെ ശരിക്കും പ്രാർത്ഥിക്കുന്നതാണോ? പ്രാർത്ഥിച്ചല്ലേ ജോക്കി? അത് പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ നന്നായിട്ടിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന പലരും ഉണ്ടായിരുന്നു. അതെ ഇപ്പോഴും ഉണ്ട് ജോക്കി. പിന്നെ ഗൈസ്, ഇത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ ഇന്ന് നേരത്തെ വന്ന് ലൈവ് ഇട്ട് കുറച്ചേരം ലൈവ് ഇട്ടിട്ട് രാവിലെ അമ്പലത്തിലൊക്കെ പോവാന്ന് പറഞ്ഞു വന്നതാണ് ഞാന്. എടാ ഇതിപ്പോ സീസൺ അല്ലല്ലോടാ? ഹലോ, നമുക്ക് കിട്ടാലോടാ ഒരു ദിവസം? നമുക്ക് ബൈക്കിനോ നീഞ്ചക്കോ എനിക്ക് കുത്തിക്കഴപ്പല്ലോ ഉണ്ടോ? എടാ ബസ്സിന് ഒരു ബസ്സിന് കേറി മാമാ. എടാ പോവാം, മലയ്ക്ക് പോവാം. ട്രാവലറാ കേറി പോവാണെങ്കിൽ ഈകളുടെ. ഏതാ? ഞാൻ നാളെ മാലയൊന്നും ഇടുന്ന് നടക്കത്തില്ലടാ. ബോബ് വരുന്നിട്ടെ. എന്റെ പോയിന്റ് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ ജോക്കി ഒന്നും വീടിന് വെളിയിൽ ഇറങ്ങൂല, പിന്നല്ലേ ശബരിമലയിലേ. ഞാൻ ഈ മാസം ശബരിമല പോവല്ലോ. അഭിനയമാ, വെറും അഭിനയമല്ല, പേരിൽ അഭിനയം. എടാ ഞാൻ 15 ഡേറ്റ് എപ്പോഴാ അറിയുന്നത്? 15 ഡേറ്റ് എപ്പോഴാ അറിയുന്നത്? എനിക്ക് 14-ാം തീയതി പരിപാടി ഉണ്ട്. പിന്നെ ജോക്കിയോട് നേരത്തെ പറഞ്ഞാലും ജോക്കി വരാൻ പോണില്ല. ഈശ്വര, സ്വാമി ശരണം. മാമാ സ്വാമി ശരണം. ഗെറ്റ് റെഡി. എന്നാ സിറ്റി കേറ്. സിറ്റി ഇല്ലടാ, സെർവർ പോയിരിക്കുക. സെർവർ പോയി മക്ക. ഇത് മറ്റേ നേരം പറഞ്ഞു മക്ക. ഈശ്വര. നിങ്ങൾ കളിക്കപ്പോ ഞാൻ താഴെ ഉണ്ടാവും. കളിയെ കഴിഞ്ഞ്. എടാ മാമ ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ ഈകള് പോയാടാ? ഇല്ല, അവിടെ ഉണ്ട്. എടാ ഞാൻ ഡേറ്റ് അറിഞ്ഞില്ല. ഡേറ്റ് ഇറങ്ങി ഞാൻ വന്നേനെ കേട്ടോ. നീ അല്ലേ ജോക്കി, നമ്മൾ ഇന്നറിഞ്ഞ ഗോഡ് ഓഫ് വാർ കളിച്ചു തുടങ്ങിക്കോളാം. ചില്ല ഗോഡ് ഓഫ് വാർ ഒക്കെ കളിച്ചു തുടങ്ങിക്കോളാം. തെറി പിടിക്കാനും പറ്റത്തില്ലല്ലോ. പറയട്ടെ, പറ. ഞാൻ എന്താടാ ഡേറ്റ് അറിഞ്ഞേ? സത്യം 14-ാം തീയതി പരിപാടി ഉണ്ടേ. 14-ാം തീയതി പറഞ്ഞത് വാലന്റൈൻസ് ഡേയുടെ പരിപാടിയല്ല, വേറൊരു പരിപാടി. 14-ാം തീയതി വേറൊരു പരിപാടി.
എടാ 14-ാം തീയതി ഒരു ശരത്തേടാ, മീറ്റിംഗ് ഉണ്ടടാ അതിനകത്ത്. ശരത്തേടാ, അത് അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി ശരത്തേടാ. ശരത്തേടെ എടുത്ത് പറയുമ്പോഴേ ആൾക്കാർക്ക് സംശയം അടിക്കുന്നത് ആ വാലന്റൈൻസ് ഡേയുടെ അല്ല വേറൊരു പരിപാടി അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ആൾക്കാർക്ക് സംശയം വരുന്നത്. എടാ ഒരു മീറ്റിംഗ് ഉണ്ടടാ, അത്ര അത്ര മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ പോരെ. ശരത്തേടെ ഇങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോ ആൾക്കാർക്ക് സംശയം വരും. ഓ മീറ്റിംഗ് ആന്ന് പറയണ്ടായിരുന്ന, അതുകൊണ്ട് പറഞ്ഞതാ പരിപാടി. അതെ ഡിമെൻസിറ്റി എന്റെ പൊന്നു ബ്രോ, ഞാൻ കേറൂല അവിടെങ്ങും. ഞാൻ കേറത്തില്ല, ഞാൻ ഇപ്പോഴേ പറയാണ്, ഞാൻ കേറത്തില്ല. നിങ്ങൾക്ക് ഒരു ദിവസം നമ്മുടെ സെർവർ പോകുമ്പോ ഉടനെ ഡിമെൻസിറ്റിയിലോട്ട് കേറിയില്ലെങ്കിൽ എന്താണ് പ്രശ്നം? ഞാൻ ഇനി ഡിമെൻസിറ്റിയിലോട്ട് പോയിരിക്കാം. ഇനി ഡിമെൻസിറ്റിയിൽ ഞാൻ കേറാം. ഞാൻ ഓൾറെഡി അവിടെ കേറുന്നില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ, ഞാൻ കളിക്കുന്നില്ലെന്ന്. എടാ ഞാനേ മുട്ട അടിക്കാൻ പോടാ. ഡിമെൻസിറ്റി കേറാ ഞാൻ ഇനി കേട്ടാ, ആ ഞാൻ മുട്ട അടിക്കാൻ പോണം. ഓക്കെ അതെങ്കിലും സ്കൂളോ നമുക്ക് നേരെ ശബരിമല പോയി തിരുപ്പതിന്ന് നമ്മളായിട്ട് മുട്ട അടിച്ച് തിരിച്ചു വന്നാലോ? ഞാൻ താഴോട്ട് ഞാൻ ഡിസ്കോ ട്രോൾസ് നോക്കണേ. നമുക്ക് കുറച്ചു നേരം എന്നാ ഡിസ്കോ ട്രോൾസ് നോക്കാം. സെർവർ വരുമോ നോക്കട്ടെ, ഒരു മിനിറ്റ് ഒന്ന് ചോദിക്കട്ടെ. ബ്രാവോ 10 മിനിറ്റിനകത്ത് സെർവർ അപ്പാവുന്ന പറയണേ. സെർവർ 10 മിനിറ്റിനകത്ത് അപ്പാവുന്നാണ് പറയണേ. ഒന്ന് ചോദിക്കട്ടെ. ഹലോ അതാര്? സെർവർ 10 മിനിറ്റ് അപ്പാവുന്നു തോന്നുന്നു. നോക്കാം, അപ്പോഴത്തേക്കും നമുക്ക് ഡിസ്കോ ട്രോൾസ് നോക്കാം. സെർവറിന് എന്തോ പറ്റി കേസ്, എന്തോ സെർവർ ആരോ മൊത്തത്തിൽ അടിച്ചുകൊണ്ട് പോയി. ഡിസ്കോ ട്രോൾസ് വേണം, വാ. എന്റെ സെർവറാണ്, പിന്നല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് സെർവർ ഉള്ളപ്പോ വേറെ സെർവറിൽ എന്തിനാ പോണേ? ആ വര വീഡിയോ തന്നെ തുടങ്ങും. ഇതൊക്കെ ആരടാ പടച്ചു വിടുന്നത്? ഇതെന്ത് ബാക്ക് അടിച്ചപ്പോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇവരുടെ ലൈവ്? കണ്ടിട്ടില്ലെങ്കിൽ ഗൈസ് ഇനി നിങ്ങൾ അടുത്തൊരു ലൈവ് വരുവാണെങ്കിൽ മിസ് ചെയ്യരുത്. ഇവരുടെയൊക്കെ ലൈവ് മിസ് ചെയ്യരുത് ഗൈസ്. എന്ത് കിടിലമാണെന്നറിയാവോ? പൈസ വേണ്ട, നീ വെച്ചോ. ഈ തള്ള എന്താണ് പറയണത്? അവരെ കൂടി കൊണ്ടുപോയി പുള്ളി എന്താ വീക്കാലാക്കി ടൂർ പോവാണോ? ശരിക്കൊന്നും വേണ്ട, കണ്ടു പഠിച്ചോ കിടപ്പ്, അടുത്ത് തന്നെ കിടക്കണ്ടതാ. ഏതായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമുക്കിതൊന്ന് വെഞ്ചരിച്ചാലും. ആദ്യം ഇത് സഞ്ചരിക്കോ നോക്ക്, എന്നിട്ട് വെഞ്ചരിക്കും. പാട്ടുകാരിയാണെന്നാ പറഞ്ഞേ, രാത്രി ട്രെൻഡല്ലേ ഇതെല്ലാം കേട്ട് കിടന്ന് ഉറങ്ങാം. പാട്ട് കേൾക്കാനാണ് എനിക്ക് ടേപ്പർ കോഡ് പിടിച്ചാ പോരെ? എനിക്ക് പറ്റുന്ന ഫാമിലി ആണോടാ? തന്ന ചെറ്റിയാന്ന് പറഞ്ഞല്ലേ. തന്ന ചെറ്റയാണെന്ന് പറഞ്ഞല്ലേ. ജിലേബി മാത്രമേ പൊട്ട. നിനക്കെന്നാടാ ഒരു സന്തോഷമില്ലാതെ? സന്തോഷിക്കുന്നതിന്റെ അപ്പച്ചത്തൊന്നും ലെതറിന്റെയാ? ലെതറല്ല, ഖദർ. എന്താണ്
പോകുന്ന വഴി ആ തലസ്ഥാനം ഒന്ന് കാണിച്ചു തരുമോ? ആ സ്ഥാനം റൂമിൽ ചെന്നിട്ട് കാണിച്ചുതരാം. ഡൽഹി ആകെ മാറിപ്പോയല്ലോ. അതിന് നീ ഡൽഹി കണ്ടിട്ടുണ്ടോ? ആ, എങ്ങനെ? ന്യൂഡൽഹി സിനിമയില്. തലസ്ഥാനം ഒന്നുകൂടെ കാണണോ? ഏയ്, ആ സ്ഥാനം എനിക്ക് കാണണ്ട. ആ, ഇതാണല്ലേ ചൈന ഗേറ്റ്. ഗേറ്റ് ഗേറ്റ് ഇല്ലാണ്ട് മതിലൊന്നുമില്ലല്ലോ. ഒന്നും മിണ്ടായിരിക്കോ? പറഞ്ഞ മാതിരി മതിലില്ലല്ലോ. ആ, ദേവൻ ഈ പിന്നെ ഞാനാ? ഇറങ്ങി ഓടിയല്ലോ. ചെല്ലടി മൂക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പൊ മഞ്ജുവിന്റെ മൂക്കോ? അപ്പൊ ഇപ്പൊ മാമച്ചൻ തോക്കണം. ആ, അത് ഈസി അല്ലേ? നിങ്ങളെ അറിയാവുന്ന ആരെങ്കിലും നിങ്ങൾക്ക് വോട്ട് ചെയ്യുവോ? എന്തൊക്കെ സാധനമാണോ. പിതാവിൽ നിന്നും അപമാനം സഹിക്കാതെ വയ്യ, അഗ്നിയിൽ ലയിച്ചു. ഇതറിഞ്ഞ് കോപാകുലനായ പരമശിവൻ തന്റെ ജടയഴിച്ച് നൃത്തമാടി. ആ നൃത്തത്തിൽ നിന്നും എനിക്ക് തെയ്യം നേരിട്ട് കാണണോളോ ഒരു ദിവസം. അരക്ക് ചുറ്റും ബന്ധവുമായി ഉഗ്രരൂപിയായ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിറഞ്ഞു വരട്ടെ. ഓ ഗൈസ്, തെയ്യത്തിന്റെ സീസണൊക്കെ ആകുമ്പോൾ നിങ്ങളൊന്ന് പറയണേ ഗൈസ്. എനിക്കൊന്ന് സിറ്റി അപ്പായോ നോക്കട്ടെ. ഇനി തൊട്ട് ആദ്യം തൊട്ട് ക്യാരക്ടറൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് എന്തൊരു അതൊക്കെ എളുപ്പ. പിന്നെ അതിന് ഒരുപാട് പണിയുണ്ടെന്ന് ഞാൻ പറഞ്ഞ. അണ്ണന്റെ ഇതൊക്കെ കേസിന് അത്ര ഇത് പാടില്ല. എടാ എന്താ കാവ്യാടാ, ഒന്നും പറയിപ്പിക്കില്ലേ. കുഴപ്പല്ലേ? ഇപ്പൊ സീസണാണ് ഇപ്പോ. ഇപ്പൊ സീസണാണോ ശരിക്കും? സീസണാണെന്ന്. അതിചന്ദ്രന്റെ വീട് അവിടെയാന്ന് പറഞ്ഞു, കണ്ണൂര്. അവൻ വിളിച്ചായിരുന്നു തെയ്യം കാണാൻ വരണമെന്ന് ചോദിച്ചിട്ട്. ആണാ? പോയാലോ? ആ, എടാ എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്നുണ്ടടാ എനിക്ക് തെയ്യത്തിന്റെ. ഇല്ലല്ലോ ഗൈസ്, ഇത് അഡ്മിനുള്ളിയാ. സിറ്റി ഒന്നും അപ്പായില്ല. എന്താ പറഞ്ഞാലും മന്ദാരം കണ്ണൂരാ. ആ, മന്ദാരം കണ്ണൂരല്ലേ പറഞ്ഞ പോലെ. ആ, മന്ദാരത്തിനോട് ചോദിക്കാം. സിറ്റി അപ്പായിട്ടില്ല. അണ്ണാ ചന്ദ്രന്റെ അപ്പാർട്ട്മെന്റിലുള്ളതാ. ഒരു ലോഡുണ്ടല്ലോ. ഇതിന് ആ ഡ്യൂറബിലിറ്റി കുറഞ്ഞ ഗണ്ണൊന്നും ആരും വാങ്ങിക്കില്ലട്ടാ. നമുക്ക് വെച്ചോ കൂട്ടത്തിലൊരു മാഫിയ ഇരിക്കുന്നുണ്ടോ? വേറൊരാള് മാഫിയ തലവരിക്കുന്നുണ്ടാ. ചെന്ന് ഞാൻ എന്റെ 2 ഗോൾഡ് ബാർ വെക്കുന്നുണ്ടേ പ്ലീസ്. എന്തൊക്കെ ഡീലിംഗ് ആണ് അവിടെ നടക്കണേ. മെറ്റയാടാ, ഞാൻ ഇത് കണ്ട അകത്ത് പോയി പറഞ്ഞാലല്ല മെറ്റയാവുള്ളൂ. ഇത് ഇവിടെ ഡിസ്കോഡിൽ കൊണ്ടിട്ടതാ. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അകത്ത് പോയി പറഞ്ഞാലേ അത് മെറ്റയാവുള്ളൂ, മനസ്സിലായ? ഞാൻ പറയൂല. നോക്കും. തുമ്മലൊന്നും മാറുന്നില്ലല്ലോ അവിടെ പുല്ല് പിടിക്കാൻ. ആ അപ്പായടാ ഗുളിക കഴിച്ചാൽ മതിയല്ല. മറ്റേ സിട്രസിനൊക്കെ കഴിച്ച് താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി കിഡ്നി കളഞ്ഞ് അതിന് ഇനി ഡോണറേയും തിരക്കി ആശുപത്രിയിൽ പോയി കിടന്ന് കിംസി കിടക്കുന്നു. അതാണ് നീ ഉദ്ദേശിക്കുന്നത്? ഞാൻ കഴിക്കാറില്ല കേട്ടാ ഈ കോമൺലി യൂസിങ് മെഡിസിൻസ് ഒന്നും ഞാൻ വാങ്ങിച്ച് കഴിക്കാറില്ല ഗൈസ്. അതൊക്കെ കഴിച്ച തൊലഞ്ഞ് ഒരു അംശമില്ല, പിന്നെ അതില്ലാതെ പറ്റുകേ ഇല്ല. ഓക്കെ, എന്തോ ഇവിടെ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തിട്ടല്ല നമ്മൾ അകത്തോട്ട് കയറുന്നേ. ഇവിടെ ഈ ലോഡിങ് കഴിഞ്ഞ ക്യാരക്ടർ ക്രിയേറ്റ് തന്നെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെയാണ്. നീ അല്ലടാ പറഞ്ഞ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യണം, ഇത് ഓൾറെഡി ലോഡായല്ലോ. അവന്റെ ആ ഒരു കോൺഫിഡൻസ് കണ്ടോടാ, അവന്റെ ആ ഒരു ശ്രദ്ധിച്ചോ? പുള്ളിക്ക് എല്ലാത്തിനെ പറ്റി ഭയങ്കര ജ്ഞാനമാണ് കേട്ടാ. ക്യാരക്ടർ സെറ്റ് ചെയ്യണ്ട, അത് ഇന്നല്ല മാറ്റി വെച്ച്.
ഓ ഓക്കെ ഓക്കെ ഡിസ്പ്ലേ ക്യാപ്ചർ ആയിട്ട് ഗെയിം ക്യാപ്ചർ ഗൈസ് ഞാൻ വേറെ കാര്യം പറയട്ടെ, ആ കീബോർഡിന്റെ പ്രശ്നം ഇവിടെ വന്നിട്ട് മാറിയില്ല. അതാണ് ഞാനും ആണോ ആദ്യം സെറ്റ് ചെയ്യാറ്. ഓൾട്ടി ഞെക്കുമ്പോ ഇത് കണ്ട, ഓൾട്ടി ഞെക്കുമ്പോ നിങ്ങൾക്കത് ഇപ്പോഴും എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഞാനൊരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം ഗൈസ്. നോക്കിക്കോണം, നോക്കിക്കോണേ. ഇവിടെ നിങ്ങൾക്ക് ഞാനൊരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യ്. അണ്ണാ കീബോർഡിന്റെ പ്രശ്നം അണ്ണാ എനിക്ക് തന്നാ മതി, ഞാൻ നോക്കട്ടെ. ഇതുണ്ടോ, ഇതാണ് എന്റെ വിൻഡോസ് ബട്ടൺ WIN. കണ്ട, ഇതിൽ ഞെക്കുമ്പോ ഒന്നും വരില്ല. നോക്ക്, കണ്ട, ഒന്നും വരില്ല. ഞാൻ ഓൾട്ടിലാണ് റേഡിയോയിൽ സംസാരിക്കുന്നത്. ഓൾട്ടി ഞെക്കുമ്പോ കണ്ട, സൂപ്പർ. എന്താ വേണം ഡിസ്പ്ലേ ക്യാപ്ചർ ഇവർക്ക് കാണത്തില്ല, ഡിസ്പ്ലേ ക്യാപ്ചറിൽ ഇവർക്ക് നായി കൊടുക്കണം ഗൈസ്. കണ്ട, ഓൾട്ടിൽ ഞെക്കുമ്പോ ഇത് കണ്ടോ, എന്താ വന്നേ? ഇത് വന്നു കഴിഞ്ഞാൽ സ്റ്റക്ക് ആവില്ല സ്ക്രീൻ. ഇത് സ്ക്രീൻ സ്റ്റക്ക് ആവും. അത് കീബോർഡിന്റെ അല്ല. ഇവിടെ അങ്ങനെ തന്നെ ആയി. ഈ ഓൾട്ടും വിൻഡോസ് ആയി. ഇത് കണ്ട, ഈ ഓൾട്ടും ഇതും ആണോ? അല്ല മാറണ പറഞ്ഞല്ല മാറുള്ളൂ. ആ അല്ല, അതെങ്ങനെ ഇവ മണ്ടനാടാ ഈ സ്കൈഡാർക്സ്. ബോധം ഇല്ലാതെ സംസാരിക്കുന്ന സ്കൈഡാർക്സേ. വിൻഡോസ് മാറണമെങ്കിൽ പറഞ്ഞാലും മാറുള്ളൂ എന്ന് പറഞ്ഞു. ഇതിന്റെ ആരുടെ ഇവനൊന്ന് പറഞ്ഞു മനസ്സിലാക്കണേ പ്ലീസ്. ഇനിയെങ്കിലും ഒന്ന് ആരെങ്കിലും ഒന്ന് പ്ലീസ്. മണ്ട, ഓൾട്ട് കീ രണ്ടിടത്തല്ലടാ അതിന്റെ ഫംഗ്ഷൻ. ഓൾട്ട് വിൻഡോസ് മാറിയില്ലേ, അപ്പൊ വിൻഡോസ് കീ ഓൾട്ട് ഉള്ള രണ്ടിടത്തും വിൻഡോസ് ആയി. ഓ അങ്ങനെ ബുദ്ധിയില്ലാത്ത വേറൊരെണ്ണം. അല്ല, ഒരു സൈഡിലാവുമ്പോ ഒരു സൈഡല്ല. ആ നമുക്ക് ടോപ്പിക്ക് മാറ്റാം. സാമീകരണം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത് റീസെറ്റ് ചെയ്യാൻ യൂട്യൂബിൽ കണ്ട എല്ലാ ബട്ടണും ഞാൻ ഞെക്കി നോക്കി. ഒരു തരത്തിൽ ഇത് റീസെറ്റ് ആവുന്നില്ല. ഇത് എന്ത് ചെയ്യണം എന്ന് എനിക്ക് ഇതുവരെ ഒരു പിടുത്തവും ഇല്ല. നല്ലൊരു കീബോർഡായത്. സ്കൈ ID ആണെന്ന് ഒന്നുണ്ട്. ID എന്താന്ന് അറിഞ്ഞൂടെ നിനക്ക് ഇതുവരെ? അറിയാത്തൊരു കാര്യം കിട്ടിയേട്ടാ. അവനത് അതും അറിഞ്ഞൂടാ. അപ്പൊ പിന്നെ അവനെ നമ്മൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ബൈ എ ന്യൂ കീബോർഡ് ബ്രോ. ഇതേ 25,000 രൂപയുടെ കീബോർഡ് എന്തോ ആണ്. അയ്യോ, ഞാൻ അഡ്രസ് അയച്ചുതരാം. നമുക്ക് ആ പറയടാ. ആ മലയ്ക്ക് പോകുന്ന കേട്ട് ശ്വാമി സാറിന്റെ സ്വാമിയാ? നാക്കടിച്ച സോറി സ്വാമിയാ? സ്വാമി ശരണോ? പറയാം